ഹലോ ഡിയർ സ്റ്റുഡൻസ്, അക്കൗണ്ടൻസിയിലെ അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് കാൾഡ് ഡാഷ്. നമുക്കറിയാം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണെന്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബാലൻസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ക്യാഷ് ഇൻ ഹാൻഡ്, ഓപ്ഷൻ ബി ക്യാഷ് അറ്റ് ബാങ്ക്, ഓപ്ഷൻ സി പ്രോഫിറ്റ് ഓർ ലോസ്, ഓപ്ഷൻ ഡി സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഓക്കെ, ഇതിൽ ആൻസർ വരിക ഓപ്ഷൻ ഡി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ്. നമുക്കറിയാം, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റവന്യൂ ഐറ്റംസ്, റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെൻറ്റും കാണിക്കുകയും അതിലൂടെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഉണ്ടായ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണെന്ത്, ഒരു നോമിനൽ അക്കൗണ്ട് ആണെന്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സോ നമുക്കറിയാം, പ്രോഫിറ്റ് ഓർഗനൈസേഷന് അതിൻ്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടും. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന റിസൾട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കില്ല, സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആയിരിക്കും. ആ ടെർമിനോളജിയാണ് യൂസ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് ആയിട്ട് കിട്ടുന്ന ബാലൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിന് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ് ആൻസർ ആയിട്ട് വരിക.